أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു മിത്രാദികൾ സർവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ അകായിം നാംദാർ സർവറെ ആലം താജദാരെ മദീന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ ചാരത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ ഇസ്രായിന്റെ യാത്രയെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞത്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ യാത്രയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. നമ്മള് കഴിഞ്ഞ ആഴ്ച വിഷയങ്ങളൊക്കെ വിശദമായി നമ്മൾ സംസാരിച്ചതാണ്, അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുണ്യപ്രവാചകർ പുറത്തിറങ്ങിയപ്പോൾ ഫജാഅനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബിഇനാഇ മിൻ ലബനി വഇനാഇ മിൻ ഖമർ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കള്ളിന്റെയും ഒരു പാലിന്റെയും പാത്രം കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നീട്ടുകയാണ്. ഫഖ്തർതുൽ ലബന ഇഖ്തർതൽ ഫിത്ര. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ പാലിന്റെ പാത്രം നബി തങ്ങളങ്ങ് വാങ്ങുകയാണ്. കള്ള വാങ്ങിയില്ല. കള്ള് എന്ന് പറഞ്ഞാല് അതിന്റെ അറബി വാക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖമർ എന്ന് പറഞ്ഞാൽ ഖമറ യുഖമ്മിറു തഖ്മീറൻ. ഖിമാർ എന്ന് പറയും മുഖമക്കനക്ക്. നമ്മൾ മയ്യത്ത് വസ്ത്രങ്ങൾ അണിയിച്ചു കൊടുക്കുമ്പോൾ ഖിമാർ മുഖമക്കന ധരിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വാക്കിൽ തന്നെ മറക്കപ്പെട്ടത് എന്നാണ്. ബുദ്ധിയെ മറക്കുന്ന സാധനമാണ് ഖമർ. ഈ അടുത്തൊരു ഉമ്മയെ സ്വന്തം മകൻ കൊന്നത് വളരെ നിഷ്ഠൂരമായി കൊന്നിട്ട് ലാഘവത്തോടുകൂടെ തനിക്ക് ജനനം നൽകി എന്നുള്ളതാണ് ആ മാതാവ് ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് നിഷ്ഠൂരമായി കൊന്ന ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത നമ്മൾ ശ്രമിച്ചതാണ്. അപ്പോൾ ഖമർ ബുദ്ധിയെ മറക്കും. പാല് ഏറ്റവും നല്ലൊരു വസ്തുവാണ് പാല്. ഒരാള് പാല് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ദ്വാരക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ സിദ് ഹാദാ, അല്ലാഹുവേ ഇനിയും എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദ്വാരക്കണമെന്നാണ്. പാല് ഒരാൾ ഇപ്പൊ നമുക്ക് കൊണ്ടുവന്ന് തന്നാല് അത് സ്വീകരിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് ദ്വാരക്കണം, അല്ലാഹുമ്മ സിദ് ഹാദാ, പഠിച്ചവനെ എനിക്കിത് വർദ്ധിപ്പിച്ചു തരണേ. കാരണം ശാസ്ത്രീയമായി തന്നെ നമ്മൾ നോക്കുമ്പോൾ കൊളസ്ട്രോൾ ഒരു ഗർഭസ്ഥ ശിശുവിനെ കിട്ടുന്ന ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത് മുലപ്പാലാണ്. ഉമ്മായുടെ അമ്മിന്റെ പാൽ, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊളസ്ട്രോൾ പോലെയുള്ള വസ്തുക്കൾ, അതിൽ നിന്ന് കിട്ടുന്ന അത്രയും പ്രതിരോധ ശക്തി വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല എന്നാണ് ശാസ്ത്രലോകം പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, ഒരാൾ കൊണ്ടൊന്ന് പാല് തന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ സിദ് ഹാദാ,
പഠിച്ചോനെ എനിക്കിത് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദ്വാരക്കണോ. അതല്ലാതെ വേറെ എന്ത് വസ്തു കിട്ടിയാലും എന്താ ദ്വാരക്കേണ്ടത്? അല്ലാഹുമ്മ ബാരിക്നി ഫീഹി വർസുഖ്നി ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും ഖൈറായത് റബ്ബേ എനിക്ക് തരണേ എന്നാണ് ദ്വാരക്കേണ്ടത്. അല്ലാഹുമ്മ ബാരിക്നി ഫീഹി വർസുഖ്നി ഖൈറൻ മിൻഹാ. എന്നാൽ പാല് തന്നാലോ അതിനേക്കാളും ഖൈർ എന്ന് ദ്വാരക്കരുത്, മറിച്ച് എനിക്കിത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹുമ്മ സിദ് ഹാദാ എന്ന് ദ്വാരക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാം. അത്ഭുതം നിറഞ്ഞതാണല്ലോ പാലെന്ന് പറയുന്നത്. സൂറത്തുൽ നഹ്ല് തേനീച്ചയെ പറ്റി പറയുന്ന ഒരു സൂറത്തുണ്ട്, അതിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനിൻ ഖാലിസൻ ലിശ്ശാരിബീൻ, അതായത് മൃഗത്തിന്റെ കാഷ്ടത്തിന്റെയും അതുപോലെ രക്തത്തിന്റെയും ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്ദരമായ പാലിനെ ഉത്പാദിപ്പിക്കുന്നത്. ഇതൊരു അത്ഭുതമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പോ ആ അത്ഭുതങ്ങൾ നിറഞ്ഞ പാല് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തപ്പോൾ ഹബീബായ നബി തങ്ങൾ അതങ്ങ് സ്വീകരിച്ചു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അവിടത്തെയും അവിടുത്തെ ഉമ്മത്തിനെയും അങ്ങ് പരിശുദ്ധമാക്കി നബിയെ. അങ്ങെങ്ങാനും ആ കള്ളാണ് വാങ്ങിയിരുന്നതെങ്കിൽ അവിടുത്തെ ഉമ്മത്ത് മുഴുവനും വഴികേടിലായി പോകുമായിരുന്നെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം. പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഒരുപാട് കാഴ്ചകൾ അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫിൽ ഖബർ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. ആലോചിക്കണം സഹോദരങ്ങളെ, നമുക്കൊരു അത്ഭുതമായി തോന്നാമെന്നാൽ അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണു തിന്നില്ല. അമ്പിയാക്കന്മാർ എപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്. ഇമാം നാബൽസിയുടെ അൽ-അഹ്യാ വൽ ഖുബൂർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. അതിന് ശേഷം അല്ലാഹുവിന്റെ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. ഇത് ലോകത്തിതുവരെ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹുവിന്റെ റസൂല് ഇമാമായി നിസ്കരിക്കുകയാണ്. ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് പരിഗണനയാണ്. നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്നു, നമ്മളെ വീട്ടുകാരൻ ക്ഷണിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളയാൾ അല്പം പോലും ഗൗനിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞില്ല, സ്വീകരിച്ചില്ല. നമ്മള് എന്തിനോ പോയ പോലെ പോയാൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാവും, അല്ലെ? കാരണം നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് പ്രയാസം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണത്. അള്ളാഹുവിന്റെ റസൂലിനെ മക്കക്കാര് പരിഗണിച്ചില്ല. റസൂലുള്ളാഹിനെ വളരെ പ്രയാസപ്പെടുത്തി. സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് പരിഗണന കിട്ടാതെ വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രവാചകനെ ഏറ്റവും വലിയ പരിഗണന കൊടുത്ത റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇദ്രീസ് നബി, നൂഹ് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി തുടങ്ങി എല്ലാ പ്രവാചകന്മാരെയും കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്കൊക്കെ ഇമാമായിട്ട് നിർത്തി നമസ്കരിക്കുകയാണ്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ പള്ളിയിൽ വെച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. പിന്നെ അവിടെ നിന്നുകൊണ്ട് മിഅ്റാജിന്റെ യാത്ര പോവുകയാണ്. സുദീർഘമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്, പക്ഷേ സമയക്കുറവ് മൂലം ചുരുക്കി അങ്ങ് പോവുകയാണ്. ഈ പ്രപഞ്ചത്തെ പറ്റി പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്നാണ് അർത്ഥം. ഇസ്മുൽ ആല, അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം. ഇസ്മുൽ ആല, നോൺ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുന്ന പ്രയോഗമാണ് ആലത്ത് എന്ന് പറയുന്ന പ്രയോഗം. ഫതഹ
എന്ന് പറയുമ്പോൾ നമ്മൾ തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിനെ പറ്റി പറയുമ്പോൾ മിഫ്താഹ് എന്നാണ് പറയുന്നത്. അതേ പ്രയോഗമാണ് മിഅ്റാജ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയെ വിശേഷിപ്പിച്ചത്. അഥവാ കോണി പോലെയുള്ള വസ്തുക്കൾക്ക് പറയുന്ന പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോണി കയറുന്നത് പോലെ നേരെ ആകാശത്തേക്ക് പോവുകയാണ്. സമാ ദുനിയ എന്നാണ് അതിനെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്, ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത്. സമാ ദുനിയ എന്ന് പറഞ്ഞാൽ ഉപരിലോകം, സമാ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിയില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ഒരു സ്ത്രീ ചോദിച്ചു, അയ്നല്ലാഹ്, എവിടെയാണ് റബ്ബ് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു ഫിസ്സമാ, ഫിസ്സമാ എന്നാണ് പറഞ്ഞത്. ഫിസ്സമാ എന്ന് പറഞ്ഞാൽ അതിന് പരിധിയില്ലാത്ത ലോകം. അല്ലാഹു തആല ആകാശത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഫിസ്സമാ എന്ന് പറഞ്ഞാൽ പരിധിയില്ല. അതേസമയത്ത് സമാ ദുനിയ എന്ന് പറയുമ്പോഴോ അത് ഉപരിലോകത്തെ മാത്രം പറയുന്ന പേരാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ അല്ലാഹു പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വലഖദ് സയ്യന സമാ ദുനിയ ബിസീനത്തിൽ കവാകിബ, നക്ഷത്രങ്ങളെ കൊണ്ട് ഉപരിലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ സയ്യന സമാ ദുനിയ എന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞതായി കാണാം. ഇങ്ങനെയെല്ലാം ഖുർആനിൽ അല്ലാഹു പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആകാശ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അടുക്കുകളായിട്ടാണ്. സബഅ സമാവാതിൻ തിബാക, 7 ആകാശങ്ങൾ, 7 ഭൂമികൾ, അങ്ങനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഖുർആനിൽ പല സ്ഥലത്ത് കാണാം യതർകബുന തുബകൻ അട്ടിയായി. അത് മനുഷ്യ ശരീരം നോക്കിയാലും അങ്ങനെയാണല്ലോ. സൂറത്തുൽ മുഅ്മിനൂൻ നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ ഓരോ ഫലവസ്തുക്കൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും, നമ്മൾ കഴിക്കുന്ന കായ്ക്കനികൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതിലൊക്കെ എത്രയോ ലെയറുകളായിട്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് ആകാശത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ്. ഇമാമികൾ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. പ്രപഞ്ചം 2 രൂപത്തിലാണുള്ളത്. ഒന്ന് ആലമുൽ ഷഹാദ. ആലമുൽ ഷഹാദ എന്ന് പറഞ്ഞാൽ ഗോചരമായ പ്രപഞ്ചം. ഗോചരമായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഇന്ദ്രിയ ഗോചരമായ പദാർത്ഥ ലോകം, സാധാരണ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ്. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മറ്റൊരു ലോകമുണ്ട്, ആലമുൽ ഗൈബ്, അഗോചര പ്രപഞ്ചം, അഥവാ അഭൗതികവും അതീന്ദ്രിയവുമായ ഒരു ലോകം. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. The world unseen, അൺസീനായ പല കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ചകളുള്ള ഒരു ലോകമുണ്ട്. മനുഷ്യര് എത്രയാണെന്ന് ഈ ശാസ്ത്രലോകം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ പോലും പ്രപഞ്ചത്തെ പറ്റിയിട്ട് എത്രയാണ് മനുഷ്യൻ പഠിച്ചിട്ടുള്ളത്. പാരലായിട്ടുള്ള വേറൊരു യൂണിവേഴ്സ്, വേറൊരു പ്രപഞ്ചം ഉണ്ടെന്ന് ഇന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ പ്രപഞ്ചത്തിലെ 100 ബില്യൺ അഥവാ 1000 കോടി ഗാലക്സി ഉണ്ടെന്നാണ് ശാസ്ത്രലോകം പഠിപ്പിക്കുന്നത്. ഓരോ ഗാലക്സിയിലും 50 മില്യൺ വീതം സൂര്യന്മാർ അഥവാ സൗരയൂഥം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സൗരയൂഥത്തിന് 6 ബില്യൺ പ്രകാശവർഷം അത്രയും വ്യാസമുണ്ടെന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആകെ ഇന്ന് പ്രപഞ്ചത്തിന്റെ വലിപ്പം ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത് 4600 കോടി പ്രകാശ വർഷം മാത്രമാണ് ഇന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുള്ളത് അനുസരിച്ചിട്ടുള്ള വലിപ്പം. എന്നാൽ അതിനേക്കാളും എത്രയോ ഉണ്ടാകുമെന്ന് ഇന്ന് ശാസ്ത്രജ്ഞന്മാര് നമ്മോട് പഠിപ്പിക്കുമ്പോൾ, ശാസ്ത്രം പുരോഗമിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തെ പറ്റി പറഞ്ഞു. മരുഭൂമിയിൽ, വിശാലമായ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒരു മോതിരം നിങ്ങൾ അഴിച്ചു വച്ചാൽ എത്രമാത്രം വലിപ്പമുണ്ടോ അതുപോലെയാണ് 7 വാനലോകങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഈ ഭൂമിക്കുള്ള വലിപ്പമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാങ്കേതികങ്ങൾ കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കോളേജിൽ പോയിട്ടില്ലാത്ത
സ്കൂളിൽ പോയിട്ടില്ലാത്ത നിരക്ഷരനായ അന്നബിയുൽ ഉമ്മി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഉസ്സൻകുട്ടി പാലത്തോടിനെ പോലെയുള്ള ആളുകൾ അത്ഭുത പ്രപഞ്ചം എന്ന പേരിൽ ഇന്ന് പുസ്തകങ്ങൾ എഴുതുമ്പോൾ ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങളെ പറ്റിയിട്ട് വായിക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവചനങ്ങൾ ഓർക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹിസ്സലാം ഫഖീല മൻ അൻത. അവിടെ ചെന്നപ്പോൾ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഖാല ജിബ്രീൽ, ജിബ്രീലാണെന്ന് പറഞ്ഞു. നമ്മളോട് ഒരാൾ വീട്ടിൽ ചെന്നാ ചോദിക്കുമ്പോൾ ഞാനാണെന്നല്ല പറയേണ്ടത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ആദിത്യ മര്യാദയെ പറ്റി പറയുന്ന സ്ഥലത്ത് ഈ ഹദീസ് ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നുണ്ട്. ഞാനാണെന്നല്ല പറയേണ്ടത്, പേരാണ് പറയേണ്ടത്. എന്നിട്ട് ചോദിച്ചു ഫഖീല വമൻ മഅക, ആരാ നിന്റെ കൂടെയുള്ളത്? അപ്പോൾ പറഞ്ഞു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ബുഇസ ഇലൈഹി. അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണോ അദ്ദേഹം വന്നിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞു ഫലമാ ഫതഹ അലൈന അസ്സമാ فلما فتح علينا السماء الدنيا فإذا رجل قائد على يمينه. അവിടെ ചെന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ കൂടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹം വലതു ഭാഗത്തേക്ക് നോക്കുന്നു, ഇടതു ഭാഗത്തേക്ക് നോക്കുന്നു. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ആരാണ് ജിബ്രീലേ അത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയാണ്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നത് സ്വർഗത്തിലുള്ള തന്റെ മക്കളെ കണ്ടിട്ടാണ്. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ശിക്ഷകൾ അനുഭവിക്കുന്ന തന്റെ സമുദായത്തിലുള്ള തന്റെ മക്കളെ കാണുമ്പോഴാണ് എന്ന് ലോകം പടക്കപ്പെട്ടാൻ കാരണഭൂതരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ് ആ യാത്രയിൽ. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച ബാക്കി ഭാഗം നമുക്ക് പറയാം. തങ്ങളെ മനസ്സിലാക്കാൻ ഇത്രയും നല്ല ഒരു സന്ദർഭം വേറെയില്ല. ഇസ്രാഉം മിഅ്റാജിനെ പോലെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മക്കയിലായിരുന്നപ്പോൾ നബി തങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, സുദീർഘമായ ഹദീസുകൾ 25ഓളം സഹാബിമാര് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രശസ്തരായ സഹാബികൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾ 25ഓളം സഹാബത്ത് ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമുക്ക് ബുഖാരി നോക്കിക്കഴിഞ്ഞാൽ സഹീഹുൽ ബുഖാരി നോക്കുമ്പോൾ, സഹീഹ് മുസ്ലിം നോക്കുമ്പോൾ, ഇബ്നു മാജയും അതുപോലെ ഇമാം തുർമുദിയും എല്ലാം രേഖപ്പെടുത്തിയ ഹദീസുകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. നബി തങ്ങളുടെ പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി നബി തങ്ങൾക്കുണ്ട്. ഒന്നാമതായിട്ട് സാധാരണ ഇൻസാനിയായ മനുഷ്യരൂപത്തിലുള്ള ഒരു പ്രൈവസി, അങ്ങനെയുള്ള ഒരു വ്യക്തിപ്രഭാവം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ ഉണ്ടാകാറുള്ളത്. പിന്നെ മലക്കൂത്തിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, മലക്കുകളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. കാരണം ശ്രീലങ്കയിലെ ബണ്ടാര നായിക വിമാനത്താവളത്തിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന സർവീസ് നിയറസ്റ്റ് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ലളിതസാരമായ ഏറ്റവും കുറഞ്ഞ വിമാന സർവീസ്, അത് തന്നെ 10-20 മിനിറ്റ് കൊണ്ട് ശ്രീലങ്കയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് എത്തും. അതിനു വേണ്ടിയിട്ട് ആ ഫ്ലൈറ്റ് എടുക്കുന്ന സമയം അത് 700-ന്റെയും 900-ന്റെയും ഇടയിൽ വേഗതയാണ്. അത്ര കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്നുകൊണ്ട് ഫലസ്തീനിൽ പോയി. അതിനുശേഷം 7 ആകാശവും കടന്ന്
ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചെത്തുകയാണ്. അതിനുശേഷം റബ്ബാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അതിനെപ്പറ്റി പറയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.